അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വിദ്യാർത്ഥികളെ തട്ടിപ്പിനിരയാക്കിയിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഒരുപാട് ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നടത്തി വരുന്നത്. എല്ലാവരെയും അല്ല കേട്ടോ. നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഒരു കാര്യം വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ചെയ്തു കൊടുക്കുമല്ലേ. പക്ഷെ ചില കുട്ടികൾ നമ്മൾ കൊടുക്കുന്ന പണം പോരാതെ അവർക്ക് അവരുടേതായിട്ടുള്ള അത്യാവശ്യം എന്ന് പറയില്ല, അനാവശ്യം എന്ന് തന്നെ പറയാം, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പണം വേണം, കുറച്ചധികം നല്ല എന്ന് വെച്ചാൽ നല്ല പണക്കാരനായി ജീവിക്കണം, നല്ല പോസ്റ്റ് ജീവിതം വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന കുറച്ച് മക്കളുണ്ട്. അപ്പോൾ ആ മക്കൾക്ക് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യത്തിൻ്റെ കോൺസിക്വൻസസ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ളൊരു ബുദ്ധി ഉണ്ടാവില്ല. നമ്മൾക്കിപ്പോൾ വിദ്യാഭ്യാസം മാത്രം പോലെ വിവരവും കൂടി വേണമെന്ന് പറയുന്നില്ലേ. അപ്പം അതുപോലെ കുറച്ച് മക്കൾക്ക് ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട്. ആ അബദ്ധത്തിൻ്റെ ആയം എത്രയാണെന്നുള്ളത് ഇപ്പോൾ ആ കുട്ടികൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. കാരണം ഇപ്പോൾ അവർ ജയിലിലാണുള്ളത്. ഭോപ്പാൽ ജയിലിൽ തട്ടിപ്പിന് ഇരയായിട്ട് കിടക്കുകയാണ്. പക്ഷെ അവർ വന്ന് പെട്ടത് ഏറ്റവും വലിയൊരു ചതിക്കുഴിയിലാന്നുള്ളത് അവർ മനസ്സിലാക്കാൻ ലേറ്റായിപ്പോയി. സംഭവം ഇങ്ങനെയാണ്. വടകര സ്വദേശികളായിട്ടുള്ള വിദ്യാർത്ഥികളെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെ 10,000 രൂപ തരാമെന്ന വാഗ്ദാനവുമായിട്ട് കുറച്ച് പേര് വന്നു. അവർ വിചാരിച്ചത് ഗൾഫിൽ നിന്നുള്ള കുറച്ച് ആൾക്കാരാണ്, അല്ലെങ്കിൽ ബിസിനസ്സുകാരാണ്, അങ്ങനെയൊക്കെ ആയിരിക്കും അവർ വിചാരിച്ചിട്ടുള്ളത്. ഇവരോട് പറഞ്ഞു, ഒരു അക്കൗണ്ട് തുടങ്ങ്, ആ അക്കൗണ്ടിൽ കുറച്ച് പണം വരും, അപ്പം അത് വന്നു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ തന്നെ അതങ്ങ് പോവും, അത് പിൻവലിച്ചോളാം, നിങ്ങൾ ആ അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടി നിങ്ങൾക്ക് ഞങ്ങൾ 10,000 രൂപ തരാമെന്നുള്ളത്. അത് കേട്ടപാട് ഇവരങ്ങ് ഇറങ്ങി പുറപ്പെട്ടു. ഓക്കെ, നല്ലതല്ലേ, 10,000 രൂപയല്ലേ കിട്ടുന്നത്, കുറഞ്ഞ ടൈമിലുള്ള ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് 10,000 രൂപ കിട്ടുമ്പോൾ നല്ലതന്നെ. ഇപ്പൊ അവർ ചെയ്ത കാര്യത്തിന്റെ ഭവിഷ്യത്ത് ഇത്രത്തോളം വലുതായിരിക്കും എന്നുള്ളത് അവർ കരുതിയിട്ടുണ്ടാവില്ല. ഈ മക്കൾക്ക് തീവ്രവാദ സംഘടനകളൊക്കെ ബന്ധമുണ്ടെന്നൊക്കെ ചാർത്തി കഴിഞ്ഞാൽ പിന്നെ ജയിലിൽ നിന്ന് അയക്കാനുള്ള അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി പറ്റില്ല. അവരുടെ ഭാവി അങ്ങ് പോയി. ഇത്തരത്തിലുള്ള ആളുകളുടെ കീഴിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ എത്രയൊക്കെ പറഞ്ഞു കൊടുത്താലും കുറച്ച് സത്യാഗ്രഹം കാണിക്കുന്ന മക്കളാണ് നമ്മളുടെ എന്നുണ്ടെങ്കിൽ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്കാവില്ല. റിയൽ ലൈഫിൽ കാണുന്ന അതേപോലുള്ള പോഷായിട്ടുള്ള ജീവിതങ്ങളൊക്കെ നമുക്ക് വേണമെന്ന് കരുതിയിട്ട് റിയൽ ലൈഫിൽ അത് സാധ്യമാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, അതും ചുരുങ്ങിയ ടൈമിനുള്ളിൽ പണം ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ച് നടക്കുമ്പോൾ വലിയ ചതിക്കുയിലാൻ വീഴുക. ഈ കാര്യങ്ങളൊക്കെ മാക്സിമം നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, കുട്ടികളെ ബോധവാന്മാരാക്കുക. ഒരുപാട് തട്ടിപ്പ് സംഘങ്ങളുണ്ട്, അവരുടെ കീഴിലൊന്നും പോയി പെടരുതെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ട് വരില്ല എന്നുള്ളത് ആദ്യം പറഞ്ഞിട്ട് അവരുടെ ബോധമുണ്ടാക്കുക. കാരണം നമ്മുടെ രക്ഷ അല്ലെങ്കിൽ നമ്മുടെ സുരക്ഷ അത് നമ്മൾ തന്നെയാണ് ഉറപ്പുവരുത്തേണ്ടത്. നിങ്ങളെ നല്ല റിച്ച് പേഴ്സൺ ആക്കാം, അങ്ങനെയൊക്കെ വരുന്ന ആളുകൾ നമ്മളെ നന്നാക്കാനല്ല വരുന്നത്. അവർക്ക് എന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ടാവാം, അതൊന്ന് സാധിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് പാവപ്പെട്ട കുട്ടികളൊക്കെ ഇതുപോലെ ചതിക്കീഴിലൊക്കെ വീഴ്ത്തുന്നത്. പിന്നെ അതിൽ നിന്ന് കരകയറാൻ വേണ്ടിയിട്ട് മക്കൾക്കാവില്ല. നമ്മുടെ പിഞ്ചു മക്കളോടൊക്കെ പറയില്ലേ, അറിയാത്ത ആരെങ്കിലും മിഠായി തന്നാലോ അല്ലെങ്കിൽ വിളിച്ചാലോ പോകാൻ വേണ്ടി പാടില്ല, മിഠായി തന്നാൽ വാങ്ങാൻ വേണ്ടി പാടില്ല എന്നൊക്കെ. അതുപോലെ ഇന്ന് കൗമാരക്കാരായിട്ടുള്ള നമ്മുടെ മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയാണ്. നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുതെന്നുള്ളത്. കാരണം അവർക്ക് വേണ്ടിയിട്ടാണ്, അവർക്ക് നല്ലൊരു ഭാവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ വിദ്യാലയങ്ങളിലേക്ക് അയക്കുന്നത്. അപ്പോൾ ആ വിദ്യാലയങ്ങളിൽ പോയിട്ട് തിരിച്ചു വരുന്ന ടൈമിൽ അവരെങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നില്ല. ചില മക്കൾ ലഹരിക്കൊക്കെ അടിമയായിട്ട് വരുന്നുണ്ടാവും, ചില മക്കൾ ഇതുപോലുള്ള തട്ടിപ്പിലൊക്കെ പെട്ടുപോയിട്ട്. നല്ല കൂട്ടുകെട്ട് ഒരിക്കലും മോശമാവില്ല അല്ലേ, പക്ഷെ കൂട്ടുകൂടുന്നത് നല്ലവന്മാരുമായിട്ടാണോ എന്നുള്ളത് ആദ്യം നമ്മൾ തന്നെ ഒന്ന് വിശകലനം ചെയ്യണം. എന്നാൽ മാത്രമേ നമ്മുടെ മക്കളെയൊക്കെ രക്ഷപ്പെടുത്താൻ വേണ്ടി പറ്റുകയുള്ളൂ. കാരണം ഈ ഒരു തട്ടിപ്പിലൊക്കെ ചെന്ന് പെട്ടിട്ട് ആ മക്കൾക്കൊന്നും ഇന്ന് കരകയറാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഉള്ളത്. എങ്ങനെയെങ്കിലും ആ മക്കളൊന്ന് രക്ഷപ്പെടട്ടെ. ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്കൊക്കെ ഒരു ഭയപ്പാടാണ് ഉണ്ടാവുന്നത്. നമ്മുടെ നാളത്തെ ഭാവി തലമുറയെക്കുറിച്ച് ആലോചിച്ചിട്ട് ഭയങ്കര വിഷമത്തില്ല. ഇതേപോലെ തന്നെ സെയിം ആയിട്ടുള്ള സംഭവം കണ്ണൂരിൽ തന്നെ നടന്നിട്ടുണ്ട്. അത് സംഭവം വിദ്യാർത്ഥികളൊന്നുമല്ല, 18 വയസ്സായിട്ടുള്ള അല്ലെങ്കിൽ 18 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സ്വന്തം സ്ഥാപനത്തിലെ ആളുകളെ വെച്ചുകൊണ്ട് സ്ഥാപനത്തിന്റെ ഉടമ ഒരു ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. ലോൺ എടുക്കൽ എന്ന് പറയുന്നത്, ലോൺ എടുക്കുന്ന ടൈമിൽ ഇവർക്ക് എന്തോ ബിരിയാണിയോ മറ്റങ്ങനെ ഓഫർ ചെയ്തു, പിന്നെ ഒരു 1000 രൂപ അങ്ങനെയാ പറയുന്നത്. ആ ഒരു പൈസക്ക് വേണ്ടിയിട്ട് ഇപ്പോഴല്ല, കുറച്ചു കാലം മുന്നെയാണ് സംഭവം നടന്നിട്ടിപ്പോൾ 7-8 വർഷമായി. ഈ മുതലാളി പറയുന്നതനുസരിച്ചിട്ട് അവിടെ ആര് വരുന്നോ ജോലിക്ക് അവരെ കൊണ്ടൊക്കെ ഈ മുതലാളി എന്ന് പറയുന്ന മനുഷ്യൻ ലോൺ എടുപ്പിച്ചു. ലോൺ എന്ന് പറയുന്നത് പേഴ്സണൽ ലോണാണ്. അപ്പോൾ ആ പേഴ്സണൽ ലോൺ എടുക്കുന്ന ടൈമിൽ നമുക്കൊക്കെ അറിയാം 50,000 രൂപ വരെ
പേഴ്സണൽ ലോൺ കിട്ടുന്നുള്ളത്. പക്ഷെ ഇത് അങ്ങനെയല്ല. 2-3 ലക്ഷം രൂപയാണ് അയാൾ പേഴ്സണൽ ലോൺ എടുപ്പിച്ചിട്ടുള്ളത്. ഇവരൊക്കെ എന്ത് ചെയ്തു? ജോലി സ്ഥാപനത്തിൽ ഉടമയല്ലേ, അപ്പോൾ കുഴപ്പമൊന്നും ഉണ്ടാവില്ല അങ്ങനെ വിചാരിച്ചിട്ട്, അല്ലെങ്കിൽ ആ ജോലി ഒന്ന് സ്ഥിരപ്പെടണമെന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഇവരൊക്കെ അങ്ങനെ എടുത്തു കൊടുത്തു. പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ഒപ്പിട്ടാൽ മതി എന്നാ, സാക്ഷിയായിട്ട് ഒപ്പിട്ടാൽ മതി എന്നുള്ളത്. പക്ഷെ ഇവരാരും അറിഞ്ഞിരുന്നില്ല ഒപ്പിടുന്നത് സാക്ഷിപത്രത്തിലൊന്നല്ല, ഇവരുടെ പേരിലാണ് അദ്ദേഹം ലോൺ എടുത്തിട്ടുള്ളത്. ഇന്ന് ലോൺ എടുത്ത 40-40ഓളം, ആ ടൈമിൽ 18 വയസ്സ് തികഞ്ഞ 40ഓളം ആൺകുട്ടികളെ കൊണ്ട് ഇയാൾ ലോൺ എടുപ്പിച്ച് ഇന്ന് ആ മക്കള് 5 ലക്ഷം 6 ലക്ഷത്തിന്റെയും കടബാധ്യതയിലുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെ ഇയാളെ ആക്കി തീർത്തിട്ട് ലാസ്റ്റ് ഇയാളങ്ങ് മുങ്ങി. പക്ഷെ ഇയാള് വിചാരിച്ചു ഇയാളെ പിടിക്കില്ല എന്നുള്ളത്. പക്ഷെ അയാളെ തേടി കണ്ടുപിടിച്ച് പിടിച്ചിട്ടൊക്കെ ഉണ്ട്, അതുപോലെ പോലീസ് കേസും കാര്യങ്ങളൊക്കെ ആക്കിയിട്ടുണ്ട്. പക്ഷെ ഇവരുടെ പേരിൽ ലോൺ എടുത്തത് കൊണ്ട് അത് നമ്മളെല്ലാം എടുത്തതെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി ഇവർക്ക് ആവുന്നില്ല. ഇതുപോലുള്ള കുടുക്കിലൊക്കെ വന്ന് പെട്ട് കഴിഞ്ഞാൽ പാവപ്പെട്ട മക്കളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. അവർ ചെയ്യാത്ത തെറ്റിനാണ് അല്ലെങ്കിൽ ചെയ്യാത്ത കാര്യത്തിനാണ് പണം അടക്കേണ്ടത് അല്ലെങ്കിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത്. നമ്മൾ ഓരോ മക്കളെ വളർത്തുമ്പോൾ അവർ വലുതായി കഴിഞ്ഞാൽ വീടിന് ഒരു താങ്ങും തണലും വാങ്ങുമെന്ന് വിചാരിക്കില്ലേ ആൺകുട്ടികൾ. ഇതുപോലുള്ള കാര്യങ്ങളിലൊക്കെ വന്ന് പെട്ട് കഴിഞ്ഞാൽ ആ മക്കൾ അവരുടെ ഭാവി തന്നെ ആലോചിച്ചിട്ട് ആ മക്കൾ സങ്കടപ്പെടും. ചെറിയ മക്കൾക്കൊക്കെ 10, 20, 25 വയസ്സാകുമ്പോഴേക്കും 5-6 ലക്ഷം രൂപ കടമെന്ന് പറയുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അതും ഇയാൾ 40-45ഓളം ആളുകളുടെ പേരിലൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ഇയാളെ പിടിക്കാൻ വേണ്ടിയിട്ട് ഈ കുട്ടികൾ പോയ ടൈമിൽ പറയുന്നത്, എന്നെ അങ്ങ് കൊന്നേക്ക്, എനിക്ക് ഒന്നിനും കഴിയുന്നില്ല, മൊത്തം എൻ്റെ ബിസിനസ്സൊക്കെ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളത്, എൻ്റെ വീട് ജപ്തി ചെയ്തു പോയി, ഞാൻ ഇന്ന് നിലയില്ലാ കഴുത്തിലാണ് ഉള്ളതെന്ന്. ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇയാളെ തല്ലിക്കൊന്നു കഴിഞ്ഞാൽ ഈ മക്കളുടെ ലൈഫ് അങ്ങ് പോയില്ലേ. ഇനി ഈ മക്കള് ഈ പണം അടച്ചേ തീരൂ, അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ അവരുള്ളത്. എത്ര കുട്ടികൾ വിഷമിക്കുന്നത് നമ്മുടെ കൺമുന്നിൽ തന്നെ കണ്ടെന്നറിയോ? ചില കുട്ടികൾക്ക് ഇതിന്റെ അവസ്ഥയൊന്നും മനസ്സിലാവുന്നില്ല, ചില കുട്ടികൾ അതൊന്നും അടക്കുന്നില്ല, ചില ആളുകൾ അടക്കുന്നുണ്ട്. അങ്ങനെയൊക്കെയുള്ള പ്രശ്നത്തിൽ പെട്ടിട്ടാണ് ഉള്ളത്. കുറേ ഭാഗം നമ്മുടെ ഭാവിയിലേക്ക് വരേണ്ട തലമുറകൾ ഇതുപോലുള്ള അബദ്ധങ്ങളിലൊക്കെ ചെന്ന് പെടുന്നുണ്ട്. നല്ല ബുദ്ധിയൊക്കെയുള്ള കുട്ടികളായിരിക്കും, പക്ഷെ ഇങ്ങനെയുള്ള ആൾക്കാരുടെ സംസാര ശൈലി കൊണ്ടോ എന്താണെന്ന് അറിയില്ല, അല്ല അവർ വിശ്വാസം ഉറപ്പിച്ചിട്ടുണ്ടാവും ഇവരിലല്ലേ, അതുകൊണ്ടായിരിക്കാം ചെന്ന് പെട്ടിട്ടുണ്ടാവുക. നല്ല മനുഷ്യനായിരിക്കും, ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവില്ല, സാക്ഷിയായിട്ട് ഒപ്പിടണ്ടല്ലേ, അതിനൊന്നും കുഴപ്പമില്ലല്ലോ, അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടായിരിക്കാം. പക്ഷെ ഇതുപോലുള്ള വലിയ ചതിയിലേക്കാണ് ഇവർ വീഴുന്നതെന്നുള്ളത് ഇവർക്ക് ഒരിക്കലും മനസ്സിലായിട്ടില്ല. വളരെയധികം ഖേദം തോന്നുന്നുണ്ട്. ഇവരെപ്പോലുള്ള ആൾക്കാരുടെ മുന്നിൽ പാവപ്പെട്ട മക്കളാണ് ചെന്ന് പെടുന്നത്. ഒരു കണ്ണിച്ചോരയും ദയയും ഇല്ലാതെ ഇവർ ചിരിച്ചുകൊണ്ട് കഴുത്തറുക്കുക ചെയ്യുന്നത്. ഇങ്ങനെയുള്ള അവസ്ഥയിലേക്കൊന്നും നമ്മുടെ മക്കളൊന്നും ചെന്ന് പെടാതിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നമ്മളൊക്കെ ശ്രദ്ധിക്കുക. ആരെയും വിശ്വസിക്കണ്ട. നമുക്ക് നല്ലതെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ അത് നല്ലതിനാണെന്ന് നമ്മൾ വിചാരിക്കും ചെയ്യണ്ട. ഇപ്പോഴുള്ള ചുറ്റുപാടുകളിൽ നമുക്ക് പഠിക്കാൻ വേണ്ടി പറ്റുന്നത് അതാണ്. ആരെയും വിശ്വസിക്കാൻ വേണ്ടി നമുക്ക് പറ്റുന്നില്ല. ഇനി നമ്മുടെ നല്ലതിനാണെന്ന് പറഞ്ഞിട്ട് വന്നാലും നമ്മൾ പറഞ്ഞേക്കാം നമുക്ക് ആ നല്ലത് വേണ്ട, കഴിയുന്ന ടൈം അധ്വാനിച്ചിട്ട് നമ്മൾ ജീവിച്ചോളാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ 10 രൂപയോ 5 രൂപയൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഭാവിയെ ഇല്ലാതാകുന്നുള്ളത് മുഖത്തടിക്കുന്ന പോലെ തന്നെ മറുപടി പറഞ്ഞേക്ക്, ഒരു പ്രശ്നവുമില്ല. ഇങ്ങനെ ദുഃഖിക്കേണ്ട അവസ്ഥ വരില്ലല്ലോ. ആദ്യം ഈ മക്കളോടൊക്കെ പറഞ്ഞിട്ട് കൊടുക്കേണ്ട കാര്യം ആദ്യമേ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളെ നന്നാക്കാൻ വേണ്ടിയിട്ട് ഒരാളും വരില്ല. ആ കാര്യം മനസ്സിൽ അടിയുറച്ചങ്ങ് വിശ്വസിക്കാൻ വേണ്ടി പറഞ്ഞാൽ മതി. ഈ ഒരു വാർത്തയൊക്കെ കണ്ടപ്പോഴേക്കും ഇത്രയും കാര്യങ്ങൾ പറയണമെന്ന് വിചാരിച്ചു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.